നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. സൈക്കിൾ യാത്രികനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണെന്ന് കാരണമാണെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. സൈക്കിൾ യാത്രികനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങണൂർ വന്നേരിവളപ്പിൽ സുലൈമാനാണ് പരിക്കേറ്റത്. അക്കിക്കാവ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 10:30 അപകടം. നിയന്ത്രണം വിട്ട് ഗ്യാസ് വണ്ടി സൈക്കിളിലും സ്കൂട്ടറിലും കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഭാരത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന പിക്കപ്പ് വാനാണ് അപകടം വരുത്തിയത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ട്യൂഷൻ കഴിഞ്ഞ് റോഡ് മുറിഞ്ഞു കടക്കാൻ നിൽക്കുന്നതിനിടെയാണ് ഫൗസിയാനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി. അക്കിക്കാവ് TMVHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സുലൈഖ മാതാവും അഫ്ലദ് സഹോദരനുമാണ്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. പന്നിത്തടം സെന്ററിന് സമീപം നിർമ്മാണം കഴിഞ്ഞ ഭാഗത്താണ് റോഡ് വിണ്ടുപൊട്ടുകയും ഐറിഷ് കോൺക്രീറ്റ് ഇടിഞ്ഞു താഴുകയും ചെയ്തത്. ബുധനാഴ്ച രാത്രിയിൽ ഭാരം കയറ്റിയ വാഹനം വശം ഒതുക്കിയപ്പോഴാണ് റോഡ് തകർന്നത്. റോഡിന്റെ അരികുവശത്ത് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു താണു. റോഡിന്റെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എസ്റ്റിമേറ്റിൽ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി തീർത്തും കനം കുറഞ്ഞ രീതിയിലാണ് പല ഭാഗങ്ങളിലും ടാറിങ്ങും കോൺക്രീറ്റും നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കേരളത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി റോഡ്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക. 9.5 കിലോമീറ്ററുള്ള റോഡ് 48 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. BMBC നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് കിഫ്ബിയാണ്. റോഡ് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എസ്റ്റിമേറ്റിലുള്ള അളവനുസരിച്ച് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നില്ലെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ കാനകൾ നിർമ്മിച്ചിട്ടില്ല എന്നും പല പ്രദേശങ്ങളിലും കൃത്യമായ വീതിയിലല്ല റോഡിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിന്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ച് ഇപ്പോഴും പല ഭാഗങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐറിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. റോഡിന്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിന്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഈ നിലയ്ക്കാണെങ്കിൽ ഇനിയും പല ഭാഗങ്ങളിലും ഈ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രവണതകൾ ഈ നാടിന്റെ വികസനത്തിന് വളരെ ആപത്താണ്. വളരെയധികം ശക്തമായ പ്രതിഷേധം കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഞങ്ങൾ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറിമാരായ TK സുബ്രഹ്മണ്യൻ, MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് സിംസൺ വി മാണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റാണ് കുടുങ്ങിയത്. കേച്ചേരിയിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെല്ലാം ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബസിന്റെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടും ബാക്കും വീലുകൾ മുഴുവനായും റോഡിൽ താഴ്ന്ന നിലയിലാണ്. മുൻപ് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കാന കീറി പൈപ്പിട്ട് മൂടിയതായിരുന്നു.
അന്ന് മൂടിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആ കാന കോരി ലക്ഷങ്ങൾ ചെലവാക്കി. ഇപ്പോൾ റീസ്റ്റോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാനയിലാണ് ബുധനാഴ്ച ബസ് കുടുങ്ങിയത്. മുൻപ് മണ്ണിട്ട് മൂടിയ കാന കഴിഞ്ഞ മഴകളിലും വാഹനങ്ങൾ പോയും ഉറച്ചതായിരുന്നു. അതാണ് വീണ്ടും റീസ്റ്റോറിനു വേണ്ടി മാന്തിയിട്ടുള്ളത്. 9 കൊല്ലമായി തകർന്നു തരിപ്പണമായ റോഡ് നന്നാക്കുന്നതിനേക്കാൾ അധികാരികൾ മുൻതൂക്കം കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് വെള്ളം കിട്ടാൻ സാധ്യത പോലുമില്ലാത്ത ജൽജീവൻ പദ്ധതിക്കാണെന്നും ഈ മേഖലയിൽ ആരും രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിൽ വലയുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. കടപ്പുറം അഞ്ചങ്ങാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ഒഴിവായത് വലിയ ദുരന്തം. മാളിയേക്കൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ വലിയ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ഊഞ്ഞാലാടിയിരുന്നത്. മഴ ശക്തമായതോടെ കുട്ടികൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചെറിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് മാവിൻ്റെ ഏറ്റവും വലിയ ഭാഗം കൊമ്പുകൾ വീണത്. അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന് എൻ്റെ പേരക്കുട്ടി ഊഞ്ഞാലാടി ഇരുന്നതാണ്. മഹാഭാഗ്യത്തിന് അവനവിടുന്ന് പോയത് കാരണം രക്ഷപ്പെട്ടു. 2 പോസ്റ്റ്, ഇലക്ട്രിസിറ്റി പോസ്റ്റ് 2 ഒടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റണം. വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് കൊമ്പ് വീണിട്ടുണ്ട്. ടാറിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നീട് മുമ്പേ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ബ്രഹ്മകുളം ബീവറേജിന് സമീപം കൾവേർട്ടിനോട് ചേർന്ന് 2 ആഴ്ച മുമ്പ് ടാറിംഗ് പൂർത്തീകരിച്ച റോഡാണ് താഴ്ന്ന് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. കൾവർട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് റോഡ് താഴ്ന്ന് അപകടാവസ്ഥയിലാവുന്നതിന് ഇടയാക്കിയത്. യൂത്ത് കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഇടിഞ്ഞ ഭാഗത്ത് കൊടിനാട്ടി സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AR അരുൺ അധ്യക്ഷനായി. DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ, കൗൺസിലർ BV ജോയ്, മുൻ കൗൺസിലർ AP ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറി MV ബിജു, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജെയ്സൺ ആൻഡോ, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. കാലവർഷം 3 ദിവസത്തിനകം കേരള തീരം തൊടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും ഇന്ന് വിലക്കുണ്ട്. മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിനോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ നാളെ മുതൽ ശക്തമാകുമെന്നാണ് അറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യം വെച്ച് ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം വഴി നടപ്പിലാക്കുന്ന ചട്ടികളുടെ നഗരസഭാതല വിതരണ ഉദ്ഘാടനം നടന്നു. K. ദാമോദരൻ ലൈബ്രറി ഹാളിൽ നടന്ന വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷയായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 18 ലക്ഷം രൂപ വകയിരുത്തി 1098 കുടുംബങ്ങൾക്കാണ് ചട്ടി, വളം, തക്കാളി, കൊത്തമര, വെണ്ടയ്ക്ക എന്നീ പച്ചക്കറി തൈ ഇനങ്ങൾ വിതരണം നടത്തുന്നത്. നിർവഹണ ഉദ്യോഗസ്ഥ ശശീന്ദ്ര K. പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർമാർ, അസിസ്റ്റന്റുമാർ, ADC അംഗങ്ങൾ, കാർഷിക ക്ലബ് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത പാലത്തിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ രൂപപ്പെട്ടതിൽ അഴിമതി ആരോപിച്ച് UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുറഹീം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം UDF കൺവീനർ KV ഷാനവാസ്, DCC ജനറൽ സെക്രട്ടറി KD വീരമണി, അരവിന്ദൻ പല്ലത്ത്, RP ബഷീർ, തോമസ് ചെറുമൽ, CA ഗോപപ്രതാപൻ, TV ഉമ്മർ കുഞ്ഞ്, KV യൂസഫലി, KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, മുസ്താഖ് അലി ബ്ലാങ്ങാട് എന്നിവർ നേതൃത്വം നൽകി.
പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ പൗരാവലി ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ DM വാസുദേവന് സമാദരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് രുക്മിണി റിജൻസിയിൽ നടക്കുന്ന സമാദരണ സദസ്സ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി ഉദിത് ചൈതന്യ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ VK വിജയൻ, സ്വാമി സന്മയാനന്ദ സരസ്വതി, ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ പ്രണവ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, V അച്യുതക്കുറുപ്പ്, ഡോക്ടർ KB പ്രഭാകരൻ, മധു K നായർ, മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ, ജയൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടിയിലെ തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഗ്നി കൺവെൻഷൻ ആരംഭിച്ചു. പ്രശസ്ത വചന പ്രഘോഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ ബ്രദർ സാബു ആറുതൊട്ടിയിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജി അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, മദർ സിസ്റ്റർ വിനീത മാത്യു, നടത്തുകാരൻ MB ഷാൻഡോ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ്, കൺവെൻഷൻ കൺവീനർ CK ജോർജ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മെയ് 25 വരെയാണ് കൺവെൻഷൻ നടക്കുക. ജൂൺ 26, 27 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. CT ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് ക്വിസ് മത്സരവും ജൂൺ 8-ന് വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണ സദസ്സ് ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി KP ദിനേശൻ ഗുരുക്കൾ മുഖ്യ അനുസ്മരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ആദരണവും സമ്മാനദാനവും നിർവഹിക്കും. തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യ ഹരിദാസിനെ സമ്മേളനത്തിൽ ആദരിക്കും. ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ശോഭ ഹരിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. കളരിപ്പയറ്റിന്റെ ചരിത്രം, കളരി വർത്തമാന കാല സംഭവങ്ങൾ, കളരി ആയുധങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയാണ് കളരിപ്പയറ്റ് ക്വിസ് മത്സരം നടക്കുക. 5000, 3000, 2000, 1000, 500 രൂപ എന്നിങ്ങനെ യഥാക്രമം 5 സ്ഥാനം നേടുന്നവർക്കും 6 മുതൽ 15 സ്ഥാനം വരെ നേടുന്നവർക്ക് 250 രൂപ വീതവും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല. രജിസ്ട്രേഷൻ സൗജന്യമാണ്. രജിസ്ട്രേഷനായി 9846160704 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികളായ K വാസുദേവൻ നമ്പൂതിരി, KP ഉദയൻ, രാജേന്ദ്രൻ കണ്ണത്ത്, ഗിരീഷ് തൊടുവിൽ, ജോസ് P, ജോയ്സൺ മാങ്ങൻ, PR ഡെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാവീട് സെന്റ് ജോസഫ് ഇടവകയുടെ ഇടവക ദിനം ഇടവകയിലെ വിവിധ യൂണിറ്റുകളും ഭക്തസംഘടനകളും കൂടി സംയുക്തമായി ആഘോഷിച്ചു. ഫാദർ ജോസഫ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റുകളുടെയും കേന്ദ്രസമിതിയുടെയും റിപ്പോർട്ട് സെക്രട്ടറി MJ ജോസും ഭക്തസംഘടനാ ഏകോപന സമിതി റിപ്പോർട്ട് ആൽബർട്ട് ബോസും അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ സണ്ണി ചീരൻ, CG റാഫേൽ, കേന്ദ്രസമിതി കൺവീനർ MR ആന്റണി, ഭക്തസംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ ചൊവ്വലൂർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ സ്വാഗതവും ഇടവക കൈക്കാരൻ നിതിൻ ചാർലി നന്ദിയും പറഞ്ഞു. സാന്ത്വന പരിചരണ രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി മറ്റം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ E ദിവാകരൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ VK നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് പാലിയേറ്റീവ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജിസൺ ചുണ്ടൽ, ട്രസ്റ്റിന്റെ ഉപദേശക സമിതി കൺവീനർ ഡോക്ടർ K വത്സലൻ മാത്യു, സെക്രട്ടറി സാബു ജേക്കബ്, വൈസ് ചെയർമാൻ KK അഷ്റഫ്, ട്രഷറർ KL ജോൺസൺ, ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വിവിധ പാലിയേറ്റീവ് സാമഗ്രികൾ ചടങ്ങിൽ ഭാരവാഹികൾ സ്വീകരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്രായാധിക്യം മൂലം അവശതനുഭവിക്കുന്നവരെയും മാറാരോഗങ്ങൾ, അപകടം, ജന്മനായുള്ള വൈകല്യം തുടങ്ങിയ കാരണങ്ങളാൽ കിടപ്പിലായവരെ ആഴ്ചയിലൊരിക്കൽ വീടുകൾ സന്ദർശിച്ച് പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പാലിയേറ്റീവ് സാമഗ്രികൾ എന്നിവയുമായി പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ നേതൃത്വത്തിലാണ് കിടപ്പുരോഗികൾക്കുള്ള പരിചരണം നൽകുന്നത്.
പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയായ ഏഹം ബിച്ച 2025-ലെ CBSE +2 പരീക്ഷയിൽ ദേശീയതലത്തിൽ 2ാം റാങ്ക് നേടി. 500-ൽ 498 മാർക്ക് നേടിയാണ് ഏഹം ബിച്ച വിജയം കൈവരിച്ചത്. എടപ്പാൾ സ്വദേശിയായ ഏഹം ബിച്ച പാഠ്യേതര വിഷയങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്നതാണ് ഏഹം ബിച്ചയുടെ ആഗ്രഹം. മരുതയൂർ ഗ്രാമത്തിന്റെ പരിണാമത്തെ മുൻനിർത്തി സുപ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അയ്യപ്പൻ എഴുതിയ സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകത്തിന് 60 വയസ്സ്. മരുതയൂർ ദേശത്തിന്റെ ചരിത്രവും സാമൂഹിക മാറ്റവും പ്രതിപാദിക്കുന്ന പുസ്തകം 60 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ. കേരളത്തിലെ സാമുദായിക വിപ്ലവത്തെക്കുറിച്ചാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത്. 1905-ൽ തൃശൂർ ജില്ലയിലെ മരുതയൂരിൽ ആണ് അയ്യപ്പന്റെ ജനനം. മദ്രാസ് മ്യൂസിയം ഡയറക്ടർ, കോർണൽ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ, ഒറീസയിലെ ഉത്കൽ യൂണിവേഴ്സിറ്റിയിലും ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ആന്ത്രപ്പോളജി പ്രൊഫസർ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകാംഗം കൂടിയാണ്. പണിയന്മാർ, നായാടികൾ, കുറിച്യർ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഗഹനമായ ഗവേഷണം നടത്തി ആധികാരികമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാരതപ്പഴമ, ഈഴവാൾ ആൻഡ് കൾച്ചറൽ ചേഞ്ച്, പേഴ്സണാലിറ്റി ഓഫ് കേരള, ഫിസിക്കൽ ആന്ത്രോപോളജി ഓഫ് നായാഡീസ് ഓഫ് മലബാർ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 1965-ലാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ്, ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹ്യ വിപ്ലവം എന്ന പുസ്തകം ഇന്ന് 60 വയസ്സ് പിന്നിടുകയാണ്. പാവറട്ടി മരുതിയൂരിൽ ഐനിപ്പിള്ളി എന്ന ഭവനത്തിൽ ജനിച്ച മദ്രാസ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ക്യൂറേറ്ററായും താഴ്ന്ന ജാതിക്കാര് അരികവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് ലോകപ്രശസ്തനായ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ്. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി കടവല്ലൂർ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേര കൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കാനുള്ള നീക്കത്തിനെതിരെയും നെൽകർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കൃഷിഭവന് മുന്നിൽ നടത്തിയ ധർണ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ, നിയോജക മണ്ഡലം സെക്രട്ടറി സുലൈമാൻ, CK മഹേഷ് തിപ്പലശ്ശേരി, റസാഖ് മണിയറക്കോട്, കമറുദ്ദീൻ പെരുമ്പിലാവ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷൈഖുൽ ഫൽറമി തങ്ങളുടെ ഉറൂസ് മുബാറക്ക് 2025-ന് തുടക്കമായി. മെയ് 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസ് മുബാറക്ക് നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ജാറത്തിൽ പുതപ്പ് മൂടുകയും മഹല്ലു പ്രസിഡന്റ് AM അലാവുദ്ദീൻ ജാറം പരിസരത്ത് പതാക ഉയർത്തുകയും ചെയ്തു. തുടർന്ന് മസ്ജിദ് മുൻ ഖത്തീബ് ഹാജി കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയുമുണ്ടായി. ഖത്തീബ് CM മുഹമ്മദ് മൻസൂർ യമാനി പുതപ്പുമൂടൽ ചടങ്ങിന് നേതൃത്വം നൽകി. മഹൽ അസിസ്റ്റന്റ് മുദരീസ് അബ്ദുറഹ്മാൻ ബാഖവി, സെക്രട്ടറി MK അബൂബക്കർ, ട്രഷറർ കാരയിൽ മുഹമ്മദ് അലി ഹാജി, മജ്ലിസുന്നൂർ കമ്മിറ്റി കൺവീനർ MA ഹനീഫ, ചെയർമാൻ KK ഇസ്മായിൽ, PM ഹംസക്കുട്ടി, സുലൈമാൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടുമുണ്ടായിരുന്നു. രാത്രിയിൽ വഴിതെറ്റുന്ന കൗമാരം എന്ന വിഷയത്തിൽ സാലിഹ് അൻവരി ചേകനൂരും, വെള്ളിയാഴ്ച ലഹരിവിരുദ്ധ സെമിനാറിൽ ഫിലിപ്പ് മമ്പാട്, ശനിയാഴ്ച വർത്തമാനകാല രക്ഷിതാക്കൾ എന്ന വിഷയത്തിൽ നസീം മന്നാനി കൊല്ലം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. മക്ബറ സിയാറത്ത്, പ്രഗത്ഭ വാഗ്മികളുടെ പ്രഭാഷണങ്ങൾ, മൗലിദ് പാരായണം, മജ്ലിസുന്നൂർ, ലഹരിവിരുദ്ധ സെമിനാർ, ദുവാ സമ്മേളനം, ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. 25-ന് ഞായറാഴ്ച സുബഹി നിസ്കാരാനന്തരം മൗലിദ് പാരായണവും 8:30-ന് ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും.
കേര കർഷകരുടെ വികസനത്തിനു വേണ്ടി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ വകമാറ്റി ചെലവ് ചെയ്ത് കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ ഗുരുവായൂർ മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ കർഷകരെ സംസ്ഥാന സർക്കാർ നിരന്തരമായി അവഗണിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് കുറ്റപ്പെടുത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ KP റഷീദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, TK ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കീഴിലെ മുഴുവൻ മദ്രസ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിഷ്കരിച്ച പാഠപുസ്തക പരിചയ ശില്പശാല നടത്തി. കല്ലിങ്ങൽ ഹിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടത്തിയ ശില്പശാല റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞുമൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷ്റഫ് മൗലവി, വൈസ് ചെയർമാൻ റാഫി അൻവരി, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ റഹ്മാനി, സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അറക്കൽ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി നവാസ് റഹ്മാനി എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് ഇല്യാസ് അൻവരി ക്ലാസിന് നേതൃത്വം നൽകി. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും മെയ് 25, 26, 27 തീയതികളിൽ നടക്കും. ചടങ്ങുകൾക്ക് ഗുരുവായൂർ തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 25-ന് ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സദസ്സും ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞതിന്റെ സമർപ്പണവും ഉണ്ടാകും. സാംസ്കാരിക സമ്മേളനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പെരുന്തട്ട ശിവക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK ഹരിഹരകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. പെരുന്തട്ട ശിവക്ഷേത്ര പരിപാലന സമിതി അംഗങ്ങളായ R പരമേശ്വരൻ, കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ, K രാമകൃഷ്ണൻ ഇളയത്, മുരളീധരൻ മണ്ണുങ്ങൽ, സുധാകരൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SKMMA അണ്ടത്തോട് റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അംഗങ്ങൾക്കുള്ള ശില്പശാല അണ്ടത്തോട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തി. സമസ്ത മുഫത്തിഷ് മുഹമ്മദ് ജുനൈസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് പ്രസിഡന്റ് അബു മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി, സെക്രട്ടറി സ്വാലി ഫൈസി, ഹംസ അംബാല, ഷംസുദ്ദീൻ, അബു കണ്ണാണത്ത്, ഷഹീർ മദലാകുന്ന തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നൽകി. പെരുമ്പിലാവ് അൻസാർ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടത്തിയ ക്ലാസ്സിൽ വടക്കാഞ്ചേരി RTOയ്ക്കും കീഴിൽ വരുന്ന 8ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം ഡ്രൈവർമാരും ആയമാരും പങ്കെടുത്തു. വടക്കാഞ്ചേരി ജോയിന്റ് RTO K അഫ്സൽ അലി ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ EM ഫിറോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, CO OP റഷീദ്, എഡ്യൂക്കേഷൻ വെഹിക്കിൾ സൂപ്പർവൈസർ ഷാജഹാൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പുന്നയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് സീനിയർ നേതാവും പുന്നയൂർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. P രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തു. വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് മുഖ്യപീഡിക സെന്ററിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജയ് കുമാർ വൈലേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് തറയിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ വൈലത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,975, പവന് 71,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ.
ചരമം കൊല്ലംപടിയിൽ താമസിക്കുന്ന കാരേങ്ങിൽ ബാപ്പുട്ടിയുടെ മകൻ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന അബ്ദുൽ ഖാദർ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടന്നു. സെഫിയ ഭാര്യയും ജുനൈദ്, ജുമൈല, ജുഫൈർ എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് നാലാംകല്ലിന് കിഴക്കുഭാഗം തറയിൽ പാരത്തി അപ്പുണ്ണി മകൻ ബാലൻ നിര്യാതനായി 53 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. സൈക്കിൾ യാത്രികനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.